കർത്താവുതങ്കം ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയ സന്തോഷം എത്രയ സന്തോഷം എത്രയ സന്തോഷം മധ്യാകാശത്തിൽ. സഫന്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. The great day of the Lord is near. It is near and hastens quickly. The noise of the day of the Lord is bitter. There the mighty men shall cry out. യഹൂദ രാജാവായിരുന്ന ഹിസ്കിയാവിന്റെ 4-ാം തലമുറക്കാരനായിരുന്നു സഫന്യാ പ്രവാചകൻ. യഹൂദയിലെ ജനങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം അവരെ നശിപ്പിക്കുമെന്ന് സഫന്യാവ് പ്രവചിച്ചു. സമീപഭാവിയിൽ ഒരു ദിവസം യഹൂദയുടെയും മറ്റ് ലോക നേതാക്കളുടെയും അഹങ്കാരം, അക്രമം, വിഗ്രഹാരാധന മുതലായവ അവസാനിപ്പിക്കാൻ ദൈവം ഒരു സാമ്രാജ്യം സ്ഥാപിക്കും. സഫന്യാവ് ആ ദിവസത്തെ കർത്താവിന്റെ ദിവസം എന്ന് വിളിക്കുന്നു. അപ്പോൾ പാപവും മ്ലേച്ഛതയും കഠിനമായി ശിക്ഷിക്കപ്പെടുമെന്നും ശക്തമായ ഭാഷയിൽ വിളിച്ചറിയിച്ച ഒരു പ്രവാചകനാണ് സഫന്യാവ്. മനുഷ്യരുടെ പാപത്തിന്റെ പരിണിത ഫലമായ സാർവലൗകിക ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രവചനം ആരംഭിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ അത് കാണുവാൻ കഴിയും. അനന്തരം 4 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദയുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മറ്റ് പഴയ നിയമ പ്രവാചകന്മാരെ പോലെ സഫന്യാവും തന്റെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പറഞ്ഞിട്ട് ഭാവിയിൽ യേശുക്രിസ്തു മുഖേന ഉണ്ടാകാൻ പോകുന്ന രക്ഷയെക്കുറിച്ചും യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്തവർക്ക് ഉണ്ടാകാൻ പോകുന്ന അന്തിമ ന്യായവിധിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പുസ്തകത്തിലെ പ്രധാന പദമാണ് യഹോവയുടെ ദിവസം. 7-ാം വാക്യത്തിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. നാം വായിച്ച വാക്യത്തിൽ യഹോവയുടെ മഹാദിവസം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ ക്രോധ ദിവസം എന്ന 18-ാം വാക്യത്തിൽ കാണുന്നു. 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യഹോവയുടെ ദിവസം ന്യായവിധിയുടെ ദിവസമാണെന്ന് മനസ്സിലാക്കാം. കർത്താവിന്റെ ദിവസം എന്നെഴുതിയിരിക്കുന്നത് യേശു കർത്താവിന്റെ 2-ാം വരവിനെയും സൂചിപ്പിക്കുന്നു. യേശു കർത്താവ് വിതയ്ക്കുന്നവന്റെ ഉപമ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മത്തായി 13:41 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഫന്യാ പ്രവാചകൻ ആ ദിവസത്തെക്കുറിച്ച് 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം, കാഹളനാദവും ആരവുമുള്ള ദിവസം എന്നിങ്ങനെ. മത്തായി 24:29-31 യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്: ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. യേശു കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ വിവരണമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. യേശു കർത്താവിന്റെ 2-ാം വരവിങ്കൽ നാമും അവിടുത്തോടൊപ്പം ആയിരിക്കണമെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.